ഹായ്, എല്ലാവരെയും ഡിജിറ്റൽ ലേണിംഗ് ഹബ്സിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജേണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആപ്ലിക്കേഷനുകളെ കുറിച്ചും ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതുപോലെ തന്നെ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫ്യൂച്ചർ എന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റി എന്താണെന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ എല്ലാവരെയും ഡിജിറ്റൽ ലേണിംഗ് ഹബ്സിന്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആപ്ലിക്കേഷൻ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റ് ആക്സസ് ഉള്ള ഡിവൈസുകളെ കേന്ദ്രീകരിച്ചുള്ള മുഴുവൻ മാർക്കറ്റിംഗിലുമാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ, ബ്രാൻഡ് ആയിക്കോട്ടെ, മറ്റെന്തുമായിക്കോട്ടെ, നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാവുന്ന എല്ലാ ഡിവൈസുകളിലും നമുക്ക് നമ്മുടെ അഡ്വർടൈസ്മെന്റും ബ്രാൻഡ് അവയർനെസ്സും കൊണ്ടുവരാനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് നടക്കും. ഇനി നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഒരു കമ്പാരിസണിലേക്ക് പോകാം. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നമ്മൾ പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് നമ്മുടെ പത്രപരസ്യങ്ങൾ, നോട്ടീസുകൾ, ലീഫ്ലെറ്റ്, TV പരസ്യങ്ങൾ, റേഡിയോ പരസ്യങ്ങൾ, ഇവയൊക്കെയാണ് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഉൾപ്പെടുന്നത്. ഇതിന്റെയൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകൾ, പരസ്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ചിലവ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെ റിസൾട്ട്, അതായത് നമ്മളൊരു പരസ്യം ചെയ്താൽ അത് എത്ര ആളുകൾ കണ്ടു, എത്ര ആളുകളിലേക്ക് എത്തി എന്നതിനെ പറ്റി നമുക്ക് അറിയാൻ കഴിയില്ല. ഉദാഹരണത്തിന് നമ്മളൊരു പത്രപരസ്യം കൊടുക്കുകയാണെങ്കിൽ അതൊരു ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണോ നമ്മൾ കൊടുക്കുന്നത്, ആ ഒരു ഡിസ്ട്രിക്റ്റിൽ അത് ഏത് എഡിഷനിലാണോ പോകുന്നത്, ആ ഒരു എഡിഷൻ, അതായത് നമ്മൾ കൊടുക്കുന്നത് ഏത് പത്രത്തിലാണോ ആ ഒരു പത്രം, ഇപ്പം മനോരമ ആയിക്കോട്ടെ, ദേശാഭിമാനി ആയിക്കോട്ടെ, ഏതൊരു പത്രത്തിലാണോ നമ്മൾ പരസ്യം കൊടുക്കുന്നത്, ആ പത്രത്തിന്റെ ആ ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. അതായത് ആ ഒരു ചുരുക്കം ഏരിയയിൽ മാത്രമേ നമ്മുടെ പരസ്യങ്ങൾ എത്തുകയുള്ളൂ. അത് പത്രം വരുത്തുന്ന എല്ലാവർക്കും കിട്ടുകയും കാണുകയും ചെയ്യും. എന്നാൽ അതിൽ എത്ര ആളുകൾ നമ്മുടെ ആ പരസ്യങ്ങൾ കണ്ടു, അതിൽ ഇൻട്രസ്റ്റഡ് ആയി നമ്മളെ എൻക്വയറി ചെയ്തു എന്നതൊന്നും അറിയുവാനായിട്ട് പറ്റില്ല. അതാണ് മെയിനായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ TV കൊടുക്കുന്ന പരസ്യങ്ങളും എത്ര ആളുകൾ കണ്ടു എന്ന്, എത്ര ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തു എന്നോ നമുക്കറിയാൻ കഴിയില്ല. പക്ഷെ എത്ര ആളുകൾ കണ്ടു എന്ന് ഒരുപക്ഷെ അറിയാൻ കഴിയാം. വ്യൂസും കാര്യങ്ങളും നോക്കിയാൽ നമുക്കറിയാൻ കഴിയാം. എന്നാൽ എത്ര ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്തു എന്ന് അറിയാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ ഈ ഒരു അഡ്വർടൈസ്മെന്റ് വഴി പ്രൊഡക്റ്റ് ആയാലും സർവീസസ് ആയാലും എത്ര ആളുകൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിലൂടെ നമ്മളിലേക്ക് എത്തി എന്ന് അറിയാൻ കഴിയില്ല. ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ പ്രധാനമായിട്ടുള്ള പോരായ്മ. ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് അത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഒരു വെബ്സൈറ്റിലാവാം, ഗൂഗിളിലാവാം, യൂട്യൂബിലാവാം, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ലിങ്ക്ഡിനിലോ ട്വിറ്ററിലോ ആവാം. അപ്പോൾ എവിടെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്താലും അത് എത്ര പേർ കണ്ടു, അതുപോലെ തന്നെ എത്ര പേര് ആ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ എത്ര ആളുകൾ നമ്മളുടെ വെബ്സൈറ്റിൽ വന്നു, എത്ര പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്തു, എത്ര സെയിൽ ഉണ്ടായി എന്ന് നമുക്ക് എക്സാക്ട്ലി മെഷർമെന്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. നമ്മൾ ഇട്ട എഫോർട്ടിന്റെ കൃത്യമായ മെഷർമെന്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുതന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും. ഇനി മറ്റൊരു സൈഡ് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോസ്റ്റ്, അതായത് ചിലവ് വളരെ കുറവായിരിക്കും. നമുക്ക് കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫേസ്ബുക്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുന്നതിന് 50 രൂപ പെർ ഡേ അല്ലെങ്കിൽ 100 രൂപ പെർ ഡേയിൽ എന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ഈ ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് കാണിക്കുമ്പോൾ റീച്ച് മേ ബി കുറവായിരിക്കാം.
എന്നാൽ കേരളം മുഴുവൻ ആവശ്യക്കാരിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ നമ്മളൊരു പത്രപരസ്യം അല്ലെങ്കിൽ TV പരസ്യം നമ്മൾ കേരളം മുഴുവൻ കാണിക്കാൻ പറ്റില്ല. കേരളം മുഴുവൻ കാണിക്കണമെങ്കിൽ വലിയൊരു കോസ്റ്റ് നമ്മൾക്ക് ചിലവാകും. അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് മറ്റൊരു ഗുണം എന്നത് ലോകത്തെവിടെയിരുന്നും ലോകത്തിൻ്റെ എവിടെയും പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും, അതും വളരെ ചെറിയ റേറ്റിൽ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോണുകളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പം വീടുകളിൽ ഉപയോഗിക്കുന്ന TVകളായാലും സ്മാർട്ട് TVകളാണ്. അതെല്ലാം ഇൻ്റർനെറ്റിൻ്റെ ആക്സസിബിലിറ്റി ഉള്ള ഡിവൈസുകളാണ്. ഇതിലെല്ലാം തന്നെ നമുക്ക് നമ്മുടെ പരസ്യങ്ങൾ കൊടുക്കാൻ പറ്റും. യൂട്യൂബിൽ പരസ്യം കൊടുക്കുകയാണെങ്കിൽ ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം ചെയ്യാനായി നമുക്ക് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ലിങ്ക്ഡിൻ, ട്വിറ്റർ എന്നിവയിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട് അവരുടേതായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഏതൊരു ഡിവൈസിലും, അതായത് ലാപ്ടോപ്പ്, TV, സാധാരണ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള എല്ലാ ഡിവൈസുകളിലും ഈ അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കാൻ നമുക്ക് കഴിയും. അതിലൂടെ നമ്മുടെ ബ്രാൻഡ് അവയർനെസ് കൂട്ടാനും അതുപോലെ നമ്മുടെ സെയിൽസ് കൂട്ടാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഫ്യൂച്ചർ എന്താണെന്ന് നോക്കി. അതുപോലെ തന്നെ കൂടുതൽ കമ്പനികൾ ഇപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നിൽക്കുന്ന കമ്പനികൾ മുഴുവനായി ഓട്ടോമാറ്റിക്കലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ കൂടുതലായും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇ-കോമേഴ്സ് ബൂമിംഗ് നടന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വളരെയധികം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ജോബ് ഓപ്പർച്യൂണിറ്റികൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കി. അപ്പോൾ അടുത്തത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റി കൂടി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി A to Z കാര്യങ്ങളിൽ ധാരണ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാൻ കഴിയും എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അറിയാൻ കഴിയും. അത് ഏതൊരു പ്രൊജക്റ്റിലും അപ്ലൈ ചെയ്യാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കമ്പനികളും ഫ്രീലാൻസർമാരെ ഹയർ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻ്റ് ആയാലും നമുക്ക് ചെറിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനും അതുപോലെ ബിസിനസ് വർദ്ധിപ്പിക്കാനും ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കൊണ്ട് ഉപകാരമുണ്ടാവും. അടുത്തത് എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടത് എന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. ബൈ.